ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഫേസ് നല്ല നീറ്റായിട്ടിരിക്കാനും ക്ലിയർ ആയിട്ടിരിക്കാനും നല്ലതാണ്. 30 വയസ്സൊക്കെ ഉള്ളെങ്കിലും അത് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് പോലെയൊക്കെ തോന്നുക, പിന്നെ റിങ്കിൾസ് വരിക, പിന്നെ ബ്ലാക്ക് മാർക്ക് വരിക, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ കൂടുതൽ റിങ്കിൾസ് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഏജൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നും. അതിനാണ് ഇന്ന് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതൊരു ഫേസ് പാക്കാണ്. ആ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസ് നല്ല നീറ്റായിട്ടിരിക്കാനും ക്ലിയർ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഏജ് സ്പോട്ട് മാറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 1/2 ടീസ്പൂൺ ഫെനുഗ്രീക്കും 1/2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് പൗഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പൗഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തൈര് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഫേസ് മാസ്ക് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസിൽ മാത്രമല്ല കഴുത്തിൻ്റെ ഇവിടേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫേസിലും കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കാം. എന്നിട്ട് ലൈറ്റായിട്ട് മസാജ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഫേസ് നോക്കുക, നല്ല ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസൊക്കെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് യങ്ങായിട്ടൊക്കെ ഇരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ ബ്രീത്തിങ് എക്സർസൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിങ്കിൾസൊക്കെ വരുന്നതൊക്കെ കമ്മിയായിട്ടുണ്ടാവും, അതായത് കുറവായിട്ടുണ്ടാവും. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, പിന്നെ എന്താ പറയുക, പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരെ ബൈ.